ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫ്ലട്ടർ ഉപയോഗിക്കണോ അതോ റിയാക്ട് നേറ്റീവ് ഉപയോഗിക്കണോ എന്നൊരു ചോദ്യം മുൾമുനയിൽ നിർത്തിയാണ് നമ്മൾ പോയത്. അതിനുള്ളൊരു വമ്പൻ ഉത്തരമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കടന്നു വരുന്നു. ഏവർക്കും ഈ ഒരു കോഡിംഗ് ലോകത്തിലോട്ട് ഈ ഒരു കോഡിംഗ് സാഗരത്തിലോട്ട് സ്വാഗതം. ഒരു ആപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് അല്ലെങ്കിൽ വെബ് ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ ഉപയോഗിക്കണോ അതോ റിയാക്ട് നേറ്റീവ് ഉപയോഗിക്കണോ, ഏതാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആക്ച്വലി ഒരു ഒറ്റയ്ക്ക് ആൻസേഴ്സ് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി ഹൈബ്രിഡ് ചൂസ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ചുകൂടി സിമ്പിളായി. അതായത് നേറ്റീവ് ഉണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡിൽ ഏത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് കോട്ട്ലിനോ അല്ലെങ്കിൽ ഫ്ലട്ടർ അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സജഷനാണ്, പേഴ്സണൽ സജഷനാണ്, ഫ്ലട്ടറാണ് ഞാൻ പറയുന്നത്. രണ്ടിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകളുണ്ട്. എന്താണ് റിയാക്ട് നേറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുന്നേ ഉള്ളതാണ്, കുറച്ച് കമ്മ്യൂണിറ്റി സെറ്റപ്പ് ഇതുമായിട്ട് ഫ്ലട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ ബേസിൽ, പെർഫോമൻസ് ബേസിൽ ഫ്ലട്ടറാണ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതായത് ആപ്പ് ഉണ്ടാക്കുമ്പോഴുള്ള സൈസും അതേപോലെ അതിൻ്റെ എന്താ പറയുക പെർഫോമൻസും സ്റ്റാർട്ടിംഗ് സ്പീഡ് എല്ലാം കമ്പയർ അത് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫ്ലട്ടർ തന്നെയാണ്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഫ്ലട്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വെബിൻ്റെ ആളുകൾക്ക് റിയാക്ടൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റിയാക്ട് നേറ്റീവ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഒരു ഇതും കൂടെ അവിടെ വരുന്നത്. ഐ തിങ്ക് ഫ്ലട്ടർ ഈസ് ഗെറ്റിംഗ് ഹൈ. കൂടുതലും ഫ്ലട്ടറിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലട്ടർ ശരിക്കും ഗൂഗിളിൻ്റെ സംഭവമാണല്ലോ, പുതിയ ലാംഗ്വേജ് ഡാർട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടി പുതിയ മൊബൈൽ ഡെവലപ്മെൻറ്റിലേക്ക് പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ഫ്ലട്ടർ പഠിച്ചോന്നേ ഞാൻ പറയുള്ളൂ. ഫ്ലട്ടറിൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ റിയാക്ട് നേറ്റീവ് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻബിൽഡ് കമ്പോണൻസ് ഫ്ലട്ടറിലുണ്ട്. സോ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. ടൈം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആകും. ഇപ്പോൾ ഒരു ജോബിൻ്റെ വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിലും കൂടുതലും ഫ്ലട്ടർ ഡെവലപ്പേഴ്സിനെയാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ റിയാക്ട് നേറ്റീവ് കുറേ മുമ്പ് വന്നാണ്. സോ ഫ്ലട്ടറിനേക്കാൾ എത്ര കൂടുതലാണ് റിയാക്ട് നേറ്റീവിൻ്റെ കമ്മ്യൂണിറ്റി കൂടുതലുള്ളത് റിയാക്ട് നേറ്റീവിനാണ്. ഫ്ലട്ടർ എനിക്കൊന്ന് 8 വർഷമൊക്കെ ആയിട്ടുള്ളൂ വന്ന് തുടങ്ങിയിട്ട്. 8 വർഷം ആയിട്ടുണ്ടാവില്ല, 6-7 വർഷമൊക്കെ ആവുന്നുള്ളൂ ഫ്ലട്ടർ വന്നിട്ട്. ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട് വെബ് ആപ്പ് ഉണ്ടാക്കാൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ കുറച്ച് പണിയുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് പണിയുടെ മീൻസ് എന്താ അറിയോ, ഫ്ലട്ടർ വെച്ചിട്ട് മൊബൈൽ ആപ്പ് വെബ് ആപ്പ് ഉണ്ടാക്കിയാലേ ഫ്ലട്ടർ ശരിക്കും മൊബൈൽ ആപ്പിനാണ് നല്ലത്. അതായത് വെബ് ആപ്പ് ചെയ്യാൻ പറ്റും, റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോർമലി നമ്മളൊരു വാല്യൊക്കെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റില്ലേ, റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ ബഗ്ഗുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോഴത്തെ ഫ്ലട്ടറിൽ ഫിക്സ് ആയോ എന്നൊക്കെ അറിയില്ല. അതായത് നമ്മൾ മൊബൈലിൽ അങ്ങനെ ഒരു സാധനമല്ലോ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനും അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ഫീച്ചറിനല്ല. പിന്നെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അക്ഷയമില്ല, നമുക്ക് കാണാൻ പറ്റില്ല, എലമെൻറ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ നോർമലി HTML റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടനൊക്കെ സെപ്പറേറ്റ് എടുക്കാമല്ലോ. ഫ്ലട്ടറിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ഒരു ഡിവ് മാത്രം കാണാം. ഡിവിൻ്റെ ഉള്ളിൽ ഡൈനാമിക്കായിട്ട് റെൻഡർ ചെയ്യും. എല്ലാവരും നമ്മളോട് ഫ്ലട്ടർ ആണ് ഉപയോഗിക്കാൻ പറയുന്നത്. റിയാക്ട് നേറ്റീവിനേക്കാളും ഫ്ലട്ടർ ആണ് ബെസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്ലട്ടർ ആപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. So we are going to install and set up all the things what we needed now. അതിനായി നമ്മൾ ഫ്ലട്ടർ എന്ന വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ഗെറ്റ് സ്റ്റാർട്ടർ അതടിക്കുന്നു. ഗെറ്റ് സ്റ്റാർട്ടറിൽ നമ്മൾ സിസ്റ്റം ഇപ്പോൾ ലിനക്സ് ആണ്, വിൻഡോസ് അല്ല. അതുകൊണ്ട് തന്നെ വിൻഡോസ് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. സോ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത് ലിനക്സ് സിസ്റ്റത്തിലാണ്. ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ആയിട്ടുള്ള ഏതൊരു സിസ്റ്റത്തിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നൊരു മെത്തേഡ് അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലിനക്സ് ക്ലിക്ക് ചെയ്യുന്നു. ലിനക്സിൽ കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടു ഇൻസ്റ്റാൾ ആൻഡ് റൺ ഫ്ലട്ടർ യുവർ ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് മാസ്റ്റ് മീറ്റ് ദീസ് മിനിമം റിക്വയർമെൻറ്റ്. അപ്പോൾ 64 ബിറ്റ് വേണം, ലിനക്സ് ആണ്, ഡിസ്ക് സ്പേസ് 600 MB എങ്കിലും വേണം. പിന്നെ കുറച്ച് ടൂൾസ്, ബാഷ്, കേള്, ഫയൽ, ഇങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഏകദേശമൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അത് ഇപ്പോൾ നോക്കണ്ട, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്നാപ്പ് യൂസ് ചെയ്തിട്ട്, സ്നാപ്പ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, ഇൻസ്റ്റാൾ ഫ്ലട്ടർ യൂസിങ് സ്നാപ്പ് ഡി സ്യൂഡോ സ്നാപ്പ് ഇൻസ്റ്റാൾ ഫ്ലട്ടർ ക്ലാസിക് ഇതായിരിക്കും എൻ്റെ കമൻറ്റ്. അപ്പോൾ കോപ്പി ചെയ്യുന്നു, നമ്മളത് ടെർമിനലിൽ റൺ ചെയ്യുന്നു. എൻ്റർ കൊടുക്കുന്നു, പാസ്വേഡ്, ദെൻ എൻ്റർ. ഇപ്പോൾ അത് ഈ ഫ്ലട്ടറിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്നാപ്പ് സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ആകുന്നത്. APT ടിക്കറ്റ് ഇൻസ്റ്റാൾ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇവിടെ ഒഫീഷ്യലായി പറയുന്നത് ഈ ഒരു സ്നാപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. പിന്നെ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു വേയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാനുവലി ചെയ്യേണ്ട, സിമ്പിളായിട്ട് സ്നാപ്പ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മാനുവലി ചെയ്യുന്നത്? അപ്പോൾ സ്നാപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. Flutter Doctor, run the following command to see if there are any dependencies you need to install to complete the setup. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്ലട്ടർ ഡോക്ടർ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു
പാക്കേജ്, ഈ ഒരു ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പെൻഡൻസീസ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതാണ് ഫ്ലട്ടർ ഡോക്ടറിൻ്റെ ഉദ്ദേശം. ഫ്ലട്ടർ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് SDK പാത്ത്, നമ്മൾ ഈ ഒരു കമൻറ്റ് ഫ്ലട്ടർ SDK പാത്ത്, സോറി വാട്ട് ഇസ് ദിസ്, ദിസ് ഇസ് നോട്ട് നീഡഡ്, യാ ഫ്ലട്ടർ SDK പാത്ത്. അപ്പോൾ സ്നാപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം യു ക്യാൻ യൂസ് ദ ഫോളോയിങ് കമൻറ്റ് ടു ഡിസ്പ്ലേ ദ ഫ്ലട്ടർ SDK പാത്ത്. അപ്പോൾ അതടിച്ചതിന് ശേഷം എന്തോ ഡൗൺലോഡ് ആവുകയെന്ന് തോന്നുന്നു, എന്നാണ് എനിക്ക് മനസ്സിലായില്ല. ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസി എന്തോ ഡൗൺലോഡ് ആവുകയാണെന്നാണ് തോന്നുന്നത്. എന്തോ സംഭവിക്കുന്നുണ്ട്, ഏതായാലും നോക്കാം. സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്നാപ്പ് ഇല്ല, അല്ലെങ്കിൽ സ്നാപ്പ് വെച്ചിട്ടല്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു tar.xz ഫയൽ, ഇതൊരു അതിൻ്റെ പാക്കേജ് ഫയലാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള റിലീസ്. ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൾഡറിലേക്ക് CD അടിച്ചിട്ട് ഡെവലപ്മെൻറ്റ് അത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ഏതിലോട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് CD ഓപ്പൺ ആക്കുക. ആ ഫോൾഡറിൽ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് tarxf ആ ഒരു ഡൗൺലോഡ് ആക്കിയ ഫയൽ ഡീകംപ്രസ് ചെയ്യുക. പിന്നെ ആ ഒരു ഫ്ലട്ടറിൻ്റെ ജിറ്റ് ക്ലോൺ ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പല മെത്തേഡും എന്തൊക്കെ. പിന്നെ അതിൻ്റെ പാത്ത് വേരിയബിൾ, അതായത് ഈ എൻവിറോൺമെൻറ്റ് വേരിയബിളിൻ്റെ പാത്ത് സെറ്റ് ചെയ്യുക. പിന്നെ ഫ്ലട്ടർ പ്രീ ക്യാഷ്. നമുക്ക് എന്തായി എന്ന് നോക്കാം. ഡൗൺലോഡ് ആയത് എന്ത് സംഭവിച്ചു? യെസ്, നമ്മുടെ ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു ഫ്ലട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വായിച്ചു നോക്കാം, ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. Welcome to flutter.dev. The Flutter tool uses Google Analytics to anonymously report feature usage statistics and basic crash report. This data is used to help improve Flutter tools over time. അതിന് നമ്മുടെ ഡാറ്റ അവർക്ക് കൊടുക്കുന്നത്. To disable reporting type flutter config no analytics. അതായത് നമ്മുടെ ഡാറ്റ അവർക്ക് കൊടുക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എറേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിക്കാവുന്നതാണ്. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് അടിക്കാം, ചുമ്മാ കാര്യമില്ല. പിന്നെ പ്രൈവസി പോളിസി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്ത്, ഫ്ലട്ടറിൻ്റെ ആ ഒരു പാത്താണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഫ്ലട്ടറിൻ്റെ SDK പാത്ത്. അപ്പോൾ SDK പാത്ത് ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ട് വീണ്ടും ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്ലട്ടർ ഡോക്ടർ, അതായത് ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, ഡിപ്പെൻഡൻസി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാനുള്ളൊരു ടൂളാണിത്. ഫ്ലട്ടർ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കും അവർ ഡോക്ടർ എന്ന് പേരിട്ടത്. നമുക്ക് ഫ്ലട്ടർ ഡോക്ടർ അടിക്കാം. എൻ്റർ അടിച്ചു. റണ്ണിങ് ഫ്ലട്ടർ pub get in flutter tools. അങ്ങനെ എന്തൊക്കെ റൺ ആവുന്നുണ്ട്, നോക്കാം. ഓക്കെ ഇത് നമുക്ക് വായിച്ചു നോക്കാം. ഫ്ലട്ടർ ഒക്കെയാണ്. ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ ഇതിൽ തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾഡ് അല്ല എന്നായിരിക്കും പറഞ്ഞത്. പിന്നെ ക്രോം ഡെവലപ്പ് ഫോർ ദ വെബ്, cannot find Chrome executable at Google Chrome. ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾഡ് അല്ല എന്ന് പറയുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മോസില്ല ഫയർഫോക്സും പിന്നെ ഒരു ബ്രേവ് ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രോം ഇല്ലാത്തതുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതായിരിക്കും. ആശ്ചര്യചിഹ്നത്തോടെ ഒരു ഓറഞ്ചിലിട്ടുന്നത് നിർബന്ധമല്ല, ഓപ്ഷണൽ ആണ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇവർ നോട്ട് ഇൻസ്റ്റാൾഡ് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഉപയോഗിക്കണോ വേണ്ടതെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. VS Code എന്ന് പറഞ്ഞാൽ അത്രക്കും ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. അപ്പോൾ ചെറിയൊരു മെമ്മറി അല്ലെങ്കിൽ റാം കുറവുള്ള സിസ്റ്റത്തിലൊക്കെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റൺ ചെയ്യാന്നൊക്കെ പണ്ടൊക്കെ ഞാൻ റൺ ചെയ്യുന്ന സമയത്ത് വൻ ഷോക്കായിരുന്നു സിസ്റ്റം. ഇതിങ്ങനെ പുകയും ഇരുന്നിട്ട് ഫാനൊക്കെ തന്നെ കറങ്ങും. ഇവിടെ VS Code ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ അവർ പറയുന്നത് അണേബിൾ ടു ലൊക്കേറ്റ് ആൻഡ്രോയിഡ് SDK, അതായത് ആൻഡ്രോയിഡ് SDK കാണുന്നില്ല, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ്. എന്നിരുന്നാലും നമ്മളത് ഫിക്സ് ആക്കാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ഡൗൺലോഡ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വിരാമം കുറിക്കുന്നു. ബൈ.